ഞാൻ ഒരു അനുഭവസാക്ഷ്യം പറയാണ് ആദ്യം. അതായത് വർഷങ്ങൾക്ക് മുൻപ്, ചുരുങ്ങിയത് ഒരു 10-25 കൊല്ലം മുൻപ്, 25 കൊല്ലം മുൻപ് ഇവിടെ ഈ നെല്ലിക്കുന്ന് പള്ളിയിൽ ഒരു അച്ഛൻ, പള്ളോട്ടിൻ സഭ കോൺഗ്രേഷനിലുള്ള ഒരു അച്ഛൻ വന്നിരുന്നു. ഈ അച്ഛൻ നെല്ലിക്കുന്ന് കൊച്ചച്ഛനായിട്ട് ഒരു കൊല്ലം ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അകലെയുള്ള ഒരു പള്ളിയിൽ വികാരി അച്ഛനായിട്ട് പോയി. ആ പള്ളിയെല്ലാം പുതുക്കി പണിതു. പഴയ ഒരു ചെറിയ പള്ളിയായിരുന്നു, അതെല്ലാം നല്ലൊരു പള്ളിയായിട്ട് പണിതു. ആ പള്ളിയുടെ പണിക്കൊക്കെ, പള്ളി പുതുക്കുന്നതിന് വേണ്ടി എൻ്റെ ഭർത്താവും പള്ളി പണിക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. പള്ളോട്ടിൻ കോൺഗ്രേഷൻ അതാണ്. പക്ഷെ ആ അച്ഛൻ നെല്ലിക്കുന്ന് ഒരു കൊച്ചച്ഛനായിട്ട് ഇവിടെ പള്ളിയിൽ ഉണ്ടായിരുന്നു ഒരു കൊല്ലം. എൻ്റെ ഭർത്താവൊക്കെ ആയിട്ട് നല്ല ലീവിൽ വരുമ്പോൾ നല്ല പരിചയമൊക്കെ, നല്ല സ്നേഹമുള്ള ഒരു അച്ഛൻ തന്നെയാണ്. ഭർത്താവായിട്ട് നല്ല സ്നേഹവും എല്ലാം ഉള്ള അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ സംസാരിച്ചപ്പോൾ ഭർത്താവ് പള്ളിയിലെ പണിക്കെല്ലാം പൈസ കൊടുത്തിട്ടുണ്ട്. ഈ പള്ളോട്ടി ഇതിൽ അച്ഛൻ ചോദിച്ചപ്പോൾ ആ പള്ളി പണിയാനായിട്ട്. ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ മണ്ണൂത്തി, എല്ലാവരും അറിയും ആ പള്ളി, കാളത്തോട്. അങ്ങനെ പള്ളിയെല്ലാം പണിത് കഴിഞ്ഞു. ഒരിക്കൽ ആ അച്ഛൻ അവിടെ വികാരി അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത്, ഇവരുടെ പള്ളോട്ടിൽ നിന്ന് ബാംഗ്ലൂരാണോ എനിക്കറിയില്ല, അവിടെ നിന്ന് ഒരു ബിഷപ്പിൻ്റെയൊക്കെ അല്ല, അച്ഛനേക്കാളും ഉയർന്ന പോസ്റ്റുള്ള അച്ഛൻ തന്നെയാണ്, ഉയർന്ന പോസ്റ്റ്. അച്ഛനേക്കാളൊക്കെ മെത്രാന അല്ലാനും. പക്ഷെ അവരെ ഈ പള്ളോട്ടിൻ കോൺഗ്രേഷൻ്റെ എന്തോ ഒരു സ്ഥാനത്തുള്ള അച്ഛനാണെന്ന് മാത്രം. ഇവിടെ ധ്യാനത്തിന് വേണ്ടി വന്നതാണ്. ധ്യാനം കൂടാനാണെന്ന് എനിക്കറിയണില്ല, അത്ര ഓർമ്മയില്ല. ഡിവൈനിൽ ചാലക്കുടിക്ക് വന്നതാണ് ഈ അച്ഛൻ. അങ്ങനെ എന്നോട് ഈ മണത്തിലുള്ള ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, ഓമനേച്ചി ഒന്ന് വരുമോ, വണ്ടി എടുത്തിട്ട് അച്ഛനെ ഒന്ന് നമുക്ക് കൊണ്ടുവരണം ചാലക്കുടിയിൽ നിന്ന്, ഡിവൈനിൽ നിന്ന്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ തുണികൾ കൊണ്ടുപോയപ്പോൾ ഈ അച്ഛൻ്റെ ജീപ്പിൽ, ഒരു ജീപ്പ് നിറയെ തുണികൾ അച്ഛൻ്റെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി അച്ഛൻ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല സ്നേഹമുള്ള അച്ഛനാണ്. എൻ്റെ ഭർത്താവിനും ഞാനും വളരെയധികം സ്നേഹമുള്ള ഒരച്ഛനാണ്. ചാലക്കുടി, കാലടി ആ ഭാഗത്ത് അനാഥാലയങ്ങളിലൊക്കെ അച്ഛൻ തന്നെ മണ്ണൂത്തി വികാരി അച്ഛനായിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജീപ്പ് എങ്ങനെയോ കിട്ടിയിട്ട് അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ ജീപ്പ് നിറയെ തുണികൾ മേടിച്ച് ആ ഭാഗത്തുള്ള അനാഥാലയങ്ങളിലും പാവപ്പെട്ട കുടുംബങ്ങളിലെല്ലാം അച്ഛൻ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ മാത്രം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ചാലക്കുടിയിൽ നിന്നുള്ള അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. 5 മണിക്കാണ് ട്രെയിൻ. 5 മണിക്ക് ട്രെയിൻ. ഇവിടുന്ന് എപ്പോഴാണ് പോയതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നി. എന്താ വെച്ചാൽ അച്ഛനെ കൊണ്ടുവരാനല്ല, അവിടെ പോയിട്ട് അച്ഛനെ എടുത്തിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും തീവണ്ടി പോവാമോ, തീവണ്ടിയുടെ സമയമൊക്കെ കഴിയാവോ എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് എനിക്കൊരു പ്രയാസം. ഞാൻ നല്ല ഉള്ളിൽ ശരി അച്ഛൻ ഞാൻ വരാമെന്ന് പറഞ്ഞു. അച്ഛൻ വന്നു എൻ്റെ കൂടെ കാറിൽ. ഈ ഡിവൈനിൽ നിന്ന് ഈ അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മണ്ണൂത്തി
അല്ല കാളത്തോട് പള്ളിയത്തെ അന്നത്തെ ഇവിടെ ഈ നെല്ലിക്കുന്നത്തുനിന്ന് പോയ കൊച്ചച്ഛൻ ആ വിഹാരത്തെ എൻ്റെ കൂടെ വന്നു കാറിന്. അങ്ങനെ ഭയങ്കര സ്പീഡിൽ തന്നെയാണ് കാറൊക്കെ ഓടിക്കല്. പാൻറ് അച്ഛൻ പാൻറ് ഷർട്ടാണ് ഇട്ടേക്കണത്. ഈ ഇവിടെ നിന്ന് കൂടെ വന്ന അച്ഛൻ അങ്ങനെ പിൻസീറ്റിലാണ് ഇരുന്നത് കാറിൻ്റെ. വലിയൊരു വണ്ടിയാണ്, എനിക്കുണ്ടായിരുന്ന വണ്ടിയാണ്, ടാറ്റ സ്റ്റേറ്റ്, ഓടിക്കുന്ന കാലമാണ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി അച്ഛനെയും കൊണ്ട് ചെന്നപ്പോഴേക്കും അച്ഛൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 5 മണിക്കാണല്ലോ ട്രെയിൻ. അപ്പം അവിടെ നിന്ന് വരാനായിട്ട് ഒരാൾ അച്ഛൻ റെഡി ആയിട്ട് പെട്ടിയെല്ലാം ശരിയായിട്ട് ചെല്ലലും കയറലും കഴിഞ്ഞു. അപ്പം തന്നെ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു ഒരുവിധം. വണ്ടി എടുത്ത് ഫുൾ 100 അന്ന് ക്യാമറ ഒന്നുമില്ല, 100 കിലോമീറ്റർ സ്പീഡിൽ വിട്ട് ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ സ്റ്റിയറിംഗൊന്നും തൊട്ടതുള്ളൂ, എങ്ങനെയാണ് സ്പീഡ് വരണതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെയാണ് ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യമാണെന്നുണ്ടെങ്കിലുള്ള സ്പീഡ്. എനിക്കറിയാം ഇത് ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അതായത് ഞാനൊന്നല്ല എന്നിങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് പലപ്പോഴും. പലരും പറയാറുമുണ്ട് ഓമന നല്ല വണ്ടി ഓടിക്കണേ, ഒരു ശക്തിയാണ് ഓമന വണ്ടി കയറി വണ്ടി ഓടിക്കണ. അത് പോക്ക് കാണുമ്പോൾ ഒരു ശക്തിയാണ് ഓമനയ്ക്ക് വേണ്ടി സ്റ്റിയറിംഗ് പിടിക്കണം. ശരിയായിരിക്കാം എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. 2 പേരും ചാടി ഇറങ്ങി. ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവർ വേഗം ഇറങ്ങി. 2 പേരും അച്ഛനും പാൻറ് ഷർട്ട് തന്നെയാണ്. 2 പേരും പെട്ടിയെടുത്തിട്ട് തീവണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് പിന്നെ തിരിയുള്ളൂ. തീവണ്ടിയുടെ അവിടേക്ക് ഓടുകയാണ്. അവിടെ എത്തലും വണ്ടി വരില്ലും. അപ്പോൾ എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി. ഞാനും വേഗം ദൈവമേ തീവണ്ടി കിട്ടാവോ എന്നുള്ളതിൽ ഞാനും ഓടിച്ചേരണം. അങ്ങോട്ട് ഇതിൻ്റെ ഫുട്പാത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് 5 മിനിറ്റ് വന്നുള്ളൂ, വണ്ടി വന്നു. ഞാൻ വന്നോണം വന്ന് ഈ അച്ഛൻ എന്നോട് അപകടമൊന്നുമില്ലാതെ അപകടമൊന്നുമില്ലാതെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. ദൈവമേ, ഒരു അപകടവുമില്ലാതെ ജീവൻ രക്ഷിച്ചതിന് നന്ദി ദൈവമേ എന്ന് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ കൈ കൂപ്പി. അപ്പം ഞാനും മലയാളത്തിൽ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പോഴേക്കും ട്രെയിൻ വന്നു പോയി. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് അച്ഛനെ അവിടെ കാളത്തോട് പള്ളിയിൽ കൊണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് കാളത്തോട് പള്ളിയിൽ കൊണ്ടാക്കുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, പള്ളിത്തെ വികാരിച്ചനോട് ചോദിച്ചു, അച്ഛാ മറ്റേ അച്ഛൻ പള്ളോട്ടിക്ക് തീവണ്ടി കയറാം, ആ അച്ഛൻ എന്താ പറഞ്ഞേ? കുറച്ച് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുള്ളൂ. എന്താ പറഞ്ഞേ? അപ്പോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു. പറഞ്ഞു അച്ഛൻ പറഞ്ഞത് ജീവന് ഒന്നും സംഭവിക്കാണ്ട് അവിടെ എത്തിയതിന് ദൈവത്തിന് നന്ദിയെന്ന്. അങ്ങനെയാ പറഞ്ഞല്ലേ? എന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ സ്തുതി പറഞ്ഞു. അതച്ഛൻ കണ്ടില്ല. അപ്പം ഞാനും വേറെ സ്തുതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞ് അച്ഛൻ ജീവൻ രക്ഷിച്ചതിന് ദൈവത്തിന് നന്ദിയെന്ന്. എന്താണ് പറഞ്ഞാച്ചാ? അപ്പം അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു, വേറെ ഒന്നല്ല, ഓമനേച്ചിക്ക് ഭയങ്കര സ്പീഡായിരുന്നു. അച്ഛൻ പേടിച്ചിട്ടുണ്ട് കുറച്ച് പേര്. ഓമനേച്ചിയുടെ സ്പീഡ് കണ്ടിട്ട് അച്ഛൻ കുറച്ച് പേടിച്ചു. അതാണ് ഉണ്ടായത്. അത് അച്ഛൻ അങ്ങനെ പറഞ്ഞേ. സാരില്ല, കുഴപ്പമില്ല, ഞാനെന്താ ചെയ്യുക, 5 മണിക്ക് ട്രെയിനും വരുന്നു പറഞ്ഞു, ഞാനെന്താ ചെയ്യുക? അത്രയും പറഞ്ഞ് ആ സംഭവം അവസാനിച്ചു എന്ന് പറയണ. അങ്ങനെ ഒരു അനുഭവം. ഇനിയൊരു പാട്ടാണ് ഞാൻ പാടുന്നത്. ചെറിയതാണ്, സിനിമാ പാട്ട് തന്നെയാണ്, പക്ഷെ അതിൽ അർത്ഥമുള്ള ഒരു പാട്ടാണ്. If
ഫോട്ടോ എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ ആങ്ങള വൈദികനാകുന്നതിനു മുന്നേ മരിച്ചുപോയ എൻ്റെ അങ്കിളാണ്. ലൈറ്റ് ബ്രദർ മാണി. സെമിനാരി മുഴുവനായില്ല, പട്ടം കിട്ടുന്നതിന് മുന്നല്ല ക്ഷയരോഗം വന്ന് മരിച്ച അങ്കിള് തന്നെയാണ്. മരിക്കുന്ന ദിവസം എന്നെ ഉറക്കിക്കെടുത്തി അങ്കിളും മരിച്ചത് ആ ദിവസം. എനിക്ക് 5 വയസ്സുള്ള എന്നെ ഈ അങ്കിള് ഉറക്കിക്കെടുത്തിയ ദിവസം അന്നാണ് മരിച്ചത്. അങ്കിളിൻ്റെ കട്ടിലുമ്മ എന്നെ കുരിശിൽ അവിടെ റൂമിലത്തെ കുരിശുമ്മ പ്രാർത്ഥിച്ച് ആ കട്ടിലുമ്മ കിടത്തി. കുറച്ച് നേരത്തിന് ശേഷം അങ്കിൾ ആ കട്ടിലുമ്മ കിടന്ന് മരിച്ചു. കിടപ്പിലൊന്നല്ലായിരുന്നു. ഇന്നലെ ഞാൻ പഴയാറ്റി പിതാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. പഴയാറ്റി പിതാവ് എഴുതിയ എഴുത്തും ഒക്കെ ഞാൻ ഇന്നലത്തെ ഇതിൽ വായിച്ചല്ലോ. അതാണ് ഈ അങ്കിളുടെ ഫോട്ടാണ് അങ്കിള്. യേശുദാസ് പാടിയ പാട്ടാണ്. പക്ഷെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ അർത്ഥം തോന്നിച്ച ഒരു പാട്ട്. സിനിമയിലെ പാട്ടാണ്. നീലക്കടൽ എന്ന സിനിമ തോന്നുന്നു. ആത്മാവിനി ഭൂമിയിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരു ആത്മബന്ധം. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ദേഹവും ലോകവും വിട്ടുപോയാലാരും ആത്മസ്വരൂപത്തിൽ ചെന്നു ചേരും. ദേഹവും ലോകവും വിട്ടുപോയാലാരും ആത്മസ്വരൂപനിൽ ചെന്നു ചേരും. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. സൽക്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ലോകസുഖങ്ങൾ നശിക്കുന്നത് കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല. ലോകസുഖങ്ങൾ നശിക്കുന്നത് കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല. ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ശാശ്വതമായുള്ളൊരാനന്ദരൂപനെ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ശാശ്വതമായുള്ളൊരാനന്ദരൂപനെ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. നിത്യനിരാമയൻ കുടികൊള്ളും ആത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. നിത്യനിരാമയൻ കുടികൊള്ളും ആത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ദുഃഖമൊന്നൊന്നുമേ കാണുകില്ല. ദുഃഖമൊന്നൊന്നുമേ കാണുകില്ല. ആത്മാവിനി ഭൂമിയിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധവുമില്ല. ആത്മാക്കൾ തമ്മിലെ
എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡയറിയിൽ എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എൻ്റെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നതിനേലും മുൻപും ഞാൻ പുസ്തകം എഴുതുന്ന കാലത്തിനേക്കാളൊക്കെ മുൻപും പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും തോന്നിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഡയറി എടുത്ത് എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അങ്ങനെ എൻ്റെ അങ്കിളിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയലേഖനമാണ് എഴുതി വെച്ചത്. ഞാൻ ഇപ്പോൾ ഒരു മിനിറ്റ്. കാത്തിരിപ്പിലും ഓർത്തിരിപ്പിലും പ്രണയമുണ്ടെന്ന് പഠിപ്പിച്ചത് നീയാണ്. ഞങ്ങളാണ്. കാത്തിരിപ്പിലും ഓർത്തിരിപ്പിലും പ്രണയമുണ്ടെന്ന് പഠിപ്പിച്ചത് നീയാണ്. ഒരുപാട് ദൂരത്തു നിന്ന് നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ചുള്ള പ്രണയം. ചിലപ്പോൾ അതാവും ലോകത്തിലെ ഏറ്റവും നല്ല പ്രണയം. ഞാൻ പോലും അറിയാതെ ഇത്രമേൽ ആഴത്തിൽ നീ എന്നിൽ വേരോടിയത് എങ്ങനെ? എൻ്റെ ഹൃദയം നീറുന്നുവോ? എൻ്റെ ഹൃദയം നീറുന്നു, നോവാകുന്നു. നിന്നിലേക്ക് മാത്രം എൻ്റെ ചിന്തകൾ നീളുന്നു. വെളിച്ചമേറുമ്പോൾ മാഞ്ഞുപോകാത്തൊരു നിഴലാണ് നീയെന്ന് തിരിച്ചറിയുമ്പോഴും നിന്നിലേക്ക് മാത്രം ഓടി അണയുന്ന മനസ്സുണ്ട് എനിക്ക്. പിടയുന്നൊരു ഹൃദയമുണ്ട്. നീ എത്രത്തോളം എന്നിൽ നിന്നും അകലുന്നുവോ അതിനും മേലെ ഞാൻ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അത്ര വേഗം നിനക്ക് എന്നിൽ നിന്ന് അകലാൻ പറ്റുമോ? ഇല്ല. നീ ഒളിഞ്ഞിരുന്ന് എല്ലാം കണ്ട് രസിക്കുന്നുണ്ടാവും, ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ഒന്ന് എനിക്കറിയാം, ഞാനെന്ന വ്യക്തി പോലും നീയായി മാറിയിരിക്കുന്നു. ഓരോ ശ്വാസത്തിലും നിന്നോടുള്ള പ്രണയം എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഞാൻ നീയായി മാറിയിരിക്കുന്നു. നീ വരുവോളം അതെ എന്നിലെ പറയാതെ പോയ പ്രണയം നിന്നോട് മാത്രം. മുകളിൽ എഴുതിയത് എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ 5 വയസ്സിൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ അങ്കിളിനുള്ള പ്രണയലേഖനമാണ് ഇപ്പോൾ വായിച്ചത്. Everything you need is already inside you. Don't wait for others to light your fire. You have your own matches. ഒരെണ്ണം കൂടിയുണ്ട്. മരിച്ചു ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നും മരണമില്ലാത്ത ജീവനിലേക്കുള്ള പ്രവേശനമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ. ദൈവം അരുൾ ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:17. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:18. Beautiful, cute. Death asked life, why does everyone love you and hate me? Life replied, because I am beautiful lie, and you are painful truth. അടുത്തത്, these seeds of kindness you planted today, the seeds of kindness you planted today will bloom in the hearts of those that you touch forever. ആത്മാക്കൾ പക്ഷികളെ പോലെയാണ്. ശരീരമാകുന്ന കൂട്ടിലാണ് അവ അടക്കപ്പെട്ടിരിക്കുന്നത്. കൂടോടുകൂടെ അവയെ വെച്ചിരിക്കുന്നത് ഭൂമിയിലും. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്.
എല്ലാവർക്കും എൻ്റെയും എൻ്റെ അങ്കിളിൻ്റെയും ഗുഡ് നൈറ്റ്.